ഹലോ, അസ്സലാമു അലൈക്കും. അയാൻ ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, ഇന്ന് കറക്കി കിട്ടിയിട്ടുള്ളത് ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ കടൽ മീനൊന്നും വരുത്തില്ലല്ലോ, അപ്പോൾ ഇന്ന് ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെമ്മീനൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് തലഭാഗമാണ് കേട്ടോ, ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാ ചെമ്മീനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കറി വെക്കാൻ ആവശ്യമായ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് പൊടി, ലേശം പെരിഞ്ചീരകം, ഉള്ളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പുളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളി എന്താക്കാം, ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഉള്ളിയും അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് അതവിടെ കിടന്ന് വാടട്ടെ. അത് വാടുമ്പോഴത്തേന് നമുക്ക് തലയിലേക്കുള്ള മസാല ആക്കി എടുക്കാം. അപ്പോൾ ചെമ്മീൻ്റെ തല പൊരിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും അറിയാത്തവരൊക്കെ ചെയ്ത് നോക്കണം. വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് പുളിയും ഒഴിച്ചിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മീൻ പൊരിക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഇതൊക്കെ. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഉള്ളിയൊക്കെ ഇതാ വാടി വന്നിട്ടുണ്ട്, വെളുത്തുള്ളീൻ്റെ പച്ചക്കുത്തുമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് നല്ലോണം വെന്ത് വരട്ടെ കേട്ടോ. അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുരുമുളകും പെരിഞ്ചീരകപ്പൊടിയും കാശ്മീരി ചില്ലി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പം നല്ലോണം ഇളക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളവിടെ എങ്ങനെയാണ് കറി വെക്കാറുള്ളത് ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് തേങ്ങ അരക്കാണ്ടിയാണ് കേട്ടോ ചെമ്മീൻ കറി വെക്കുന്നത്. ഇനി അത് നല്ലോണം തിളക്കുമ്പോൾ നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, അധികമൊന്നും വേണ്ട. ഇനി അത് അവിടെ കടന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇനി മോളെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഉറക്ക് വന്നിട്ട് അങ്ങ് എത്തിയിട്ടുണ്ട് ആൾ, അതുകൊണ്ട് കരച്ചിലൊക്കെയാണ്. അപ്പോൾ എണ്ണ തേച്ചപാട് വേഗം കുളിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എണ്ണയൊന്നും തേക്കാനോട് സമ്മതിക്കുന്നില്ല, കരച്ചിലായിരുന്നു കേട്ടോ. ഇപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ നല്ല വെന്ത്, ചെമ്മീന് പിന്നെ അധികം വേവൊന്നുമില്ലല്ലോ, ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി, അത്ര വേവേ ഉള്ളൂ ചെമ്മീനിന്. പിന്നെ അതാ കുറച്ച് ക്യാരറ്റ് നമുക്ക് ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഉച്ചക്കത്തേക്ക്. അപ്പോൾ ക്യാരറ്റൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും ഉള്ളിയും ഒക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്യാരറ്റൊക്കെ വറവാക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ ക്യാരറ്റ് ഉപ്പേരി റെഡിയായിട്ടോ. അപ്പോൾ അതാ ക്യാരറ്റ് ഉപ്പേരിയും ചെമ്മീൻ കറിയൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, അതുപോലെ തന്നെ ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത്. ഇത് ചെമ്മീൻ്റെ തല പൊരിച്ചെടുത്തതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.